ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 ഏറ്റവും പുതിയ അപ്ഡേഷനാണ്. വയനാട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും പ്രൊഫൈൽ മെസ്സേജ് വന്നവരാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം വയനാട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിലവിലൊരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിലവിലെ പ്രൊഫൈൽ മെസ്സേജ് വന്ന ജില്ലകൾ നമ്മളൊന്ന് നോക്കാം. പത്തനംതിട്ട 58, തിരുവനന്തപുരം 72, തൃശ്ശൂർ 60, കണ്ണൂർ 56, കാസർഗോഡ് 59, കൊല്ലം 57, പാലക്കാട് 63, ആലപ്പുഴ 63, കോഴിക്കോട് 69.3, എറണാകുളം 68.67. വയനാട് ജില്ലയിൽ നിലവിലെ ജനറൽ കാറ്റഗറിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 69 മാർക്ക് വരെ വന്ന ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്ക് വയനാട് ജില്ലയിൽ മെസ്സേജ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 66 മാർക്ക് വരെ കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ LDC വയനാട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നിലവിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.67 ആയിരുന്നു വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 372 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 372 പേര് വന്നിട്ട് അതിൻ്റെ അകത്ത് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്, ടോട്ടൽ അഡ്വൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 322 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അഡ്വൈസ് പോയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18/1/2025 ലാസ്റ്റ് അഡ്വൈസ് വയനാട് ജില്ലയിൽ പോയേക്കണത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നിയമനം തന്നെ പോയിട്ടുണ്ട്. കാരണം 322 പേർക്കാണ് നിലവിൽ നിയമനം പോയിട്ടുള്ളത്, 50 മാർക്ക് കട്ട് ഓഫും. അപ്പോൾ മക്കളെ, നിലവിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന മാർക്കിൽ കൂടുതലോ കുറവോ എത്രയാണോ വന്നിരിക്കുന്നത്, പ്രൊഫൈൽ മെസ്സേജ് ഇതാണ് പ്രൊഫൈൽ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊഫൈൽ മെസ്സേജ് നിങ്ങളുടെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ കൂട്ടിയൊക്കെ വച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മാർക്ക് എത്രയാണെന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യം ഒന്ന് പറയാനാണ് വന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട്. ഒത്തിരി ഉദ്യോഗാർത്ഥികളുടെ പറയുന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് ആദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 10 പൈസ മുടക്കില്ല. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ഇടുന്ന ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ട്, നിങ്ങൾ ഇത് രണ്ടിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചും നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ്. ഏകദേശം 43ഓളം ക്ലാസ്സുകളാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ക്ലാസ്സുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടിലും ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിലും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. 10 പൈസ മുടക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിച്ച് സെറ്റാക്കും. വിത്ത് റിവിഷൻ പ്ലാൻ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, അത് കൃത്യം 9 മണിക്കുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ പോകുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 3 ക്ലാസ്സാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനെ നമ്മൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചാൽ ഈ പറയുന്ന ക്ലാസ്സുകൾ കണ്ടു തീർത്ത് നോട്ടും വായിച്ച് തീർക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. കാരണം അത്രയും ദിവസങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻസ്, അതേപോലെ തന്നെ PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, അതേപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകൾ, ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.